ഇതെന്താ ചേട്ടാ ഇങ്ങനെ കട്ടനും പൊട്ടനും പിന്നെ ഞാനും പേരിട്ടത്? അല്ല ആരെങ്കിലും വട്ടപ്പേരാണോ അത്? ആരെയാണ് ചേട്ടൻ്റെ? അയ്യോ, പാറ് കയറാൻ പോയപ്പോൾ തന്നെ കുതിര മൂത്രം ഒഴിച്ചാ. ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇന്നിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാർ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം അല്ലേ? പാർവതി എന്ത് പറയുന്നു? അകത്തേക്ക് പോകാമോ? അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യണത് എൻ്റെ വിവോ ഫോണിലാണ്. എല്ലാം വിവോയിലാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വിവോയുടെ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് മോഡലാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിനകത്തേക്ക്, ടൂറിസ്റ്റ് വില്ലേജിനകത്തേക്ക് പോവാം. ഈ കാണുന്നതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കുള്ള എൻട്രി പോയിന്റ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് എൻട്രി ഫീസായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അതെ, ഇതിലാ നിങ്ങൾക്ക് അറിയും. നിറങ്ങണില്ലല്ലേ? ഇരുന്നത് സ്മൂത്തായിട്ട് വരുന്നില്ലല്ലേ പറു? സ്മൂത്തായിട്ട് വരണില്ല. നീ വേണമെങ്കിൽ കയറി നോക്കൂല്ലേ? അതിലെല്ലാം ചിൽഡ്രൻ ഇഷ്ടമുണ്ട് കേട്ടാ. വലിയ ആൾക്കാർക്ക് ഒന്നും കയറാൻ പറ്റൂല. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു പുൽത്തകടിയിൽ ഇങ്ങനെ വെട്ടി ചെത്തിയൊക്കെ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അടിപൊളിയല്ലേ ചെയ്തേക്കുന്നത്? ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു ശംഖ്, അടിപൊളി ശംഖ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേളിക്കായലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വിവോ മൊബൈൽ ഫോൺ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ തീരെ കുറവാണ്. കുറവെന്ന് പറയാൻ പറ്റില്ല. ബാക്ക് ക്യാമറയ്ക്ക് മാത്രമേ സ്റ്റെബിലൈസേഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക ഷെയ്ക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നത് വേളിക്കായലാണ്. നമ്മൾ നേരത്തെ കണ്ട സീനൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. കണ്ടോ, വിവോ ഫോണിൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ എടുത്തിട്ട് തന്നെ ഒരു 2-3 മാസമായി. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. നമ്മുടെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ഈ വിവോ ക്യാമറ വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെ കടലാണ് കാണുന്നത്. അപ്പോൾ കടലും കായലും കൂടെ പൊഴി മുറിയുന്ന സ്ഥലവും കൂടെയാണ് കാണുന്നത്. ഇവിടെ കൂടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നേരം വെളുത്തേ ഉള്ളൂ. 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഇനി നമുക്ക് ബോട്ടിലൊരു റൈഡിന് പോയിട്ട് വരാം. ഇതൊക്കെ കെട്ടിയിരിക്കുന്നല്ലേ?
അപ്പം നമ്മൾ ഇനിയിപ്പം ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വേറെ ആളും കൂടെ ഉണ്ട്, ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഫ്ലോട്ടില്ല അല്ലേ? ഫ്ലോട്ടില്ല ഒന്ന്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടില്ല ഒന്ന്. ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തായിട്ട് ഒരു ജലതരംഗം എന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോം കണ്ടു. അങ്ങോട്ട് പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതും ഫ്ലോട്ടിംഗ് സ്റ്റേജാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് കയറിയോട്ടെ. മുകളിൽ അടിപൊളി വ്യൂ. നമ്മളൊരു എന്തുവാണ്, ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഫീലിംഗാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വേണ്ട, എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ? വൈകുന്നേരങ്ങളിൽ വന്നാൽ അടിപൊളിയായിരിക്കും. വലിയ വെയിലൊന്നും കാണില്ല. സുഖമായിട്ടിരുന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അടുത്ത ഇനിയിപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ ഒന്ന് നടന്നു പോവുകയാണ് അപ്പുറത്തെ കരയിലോട്ട്. അപ്പോൾ നടന്നു വന്നപ്പോഴാണ് ഞാനിവിടെ ഒരു വിമാനത്തിനെ കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒരു മോഡൽ ഉണ്ടാക്കി വച്ചേക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താഴെ ആ എഴുതി വച്ചേക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യൻ സായുധ സേനയുടെ പരിശീലനത്തിന് ഉപയോഗിച്ച വിമാനമാണിത്. 1977 ഈ വിമാനം നിർമ്മിച്ചത്. 2009 ഇതിനെ ഡീകമ്മീഷൻ ചെയ്തു. ഈ വിമാനത്തിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് എയർഫോഴ്സിൻ്റെ വിമാനമൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ബോട്ട് യാത്രയ്ക്ക് അത് സ്പീഡ് ബോട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 1000 രൂപയാണ്, 4 പേർക്ക് 1000 രൂപ. മറ്റേ അല്ലാത്ത ബോട്ടാണെന്നുണ്ടെങ്കിൽ 12 പേർക്ക് ഒരാൾക്ക് 100 രൂപ വെച്ച് 12 പേര് വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 1200 രൂപ അവർക്ക് കൊടുക്കണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മളുടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, എറണാകുളത്ത് നിന്ന് വന്ന ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അവരെ നമ്മൾ ഷൂട്ട് ചെയ്തില്ല, കാരണം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അവർ ഒരു ഉല്ലാസയാത്രയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെയൊക്കെ നമ്മുടെ ഇതിൽ പെടുത്തുന്നു എന്ന് പറയുമ്പം ചിലപ്പം അവർക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവരുടെ ചോദിച്ചില്ല, അവരെയൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അപ്പം അവർ നമ്മളോട് ഷെയർ ചെയ്താണ് നമ്മൾ ബോട്ട് എടുത്തത്. കുഴപ്പമില്ലായിരുന്നല്ലേ? കാരണം ഇപ്പം 1200 എന്ന് പറയുമ്പം ഇപ്പം പെട്രോൾ ഡീസലോ എന്തോ ആയിരിക്കും ബോട്ട്. അത് വലിയൊരു ചാർജായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല. എന്നിരുന്നാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലാണ്, വിയർത്തും പണ്ടാരടങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. എന്ത് ലക്ഷ്മി?
കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല. അതാ ബാക്കിൽ ഒരാൾ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? എന്താ ഐസ്ക്രീം കഴിക്കുന്നത് പാറു? ചോക്ലേറ്റ്. അതെ. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ്, സോറി, നമ്മുടെ വിവോ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതാണ് ഒരു ഷേക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിനി കടലിൻ്റെ അങ്ങോട്ട് പോകാം. ഇതെന്താ ചേട്ടാ ഇങ്ങനെ കട്ടനും പൊട്ടനും പിന്നെ ഞാനും പേരിട്ടത്? അല്ല ആരെങ്കിലും വട്ടപ്പേരാണോ അത്? ആരെയാണ്? ചേട്ടൻ്റെയാ? പിന്നെ ഓ അത് ശരി. അപ്പൊ പുള്ളിയുടെയാണോ കട? വീശനാളിൻ്റെ. അപ്പൊ വീശ പോണല്ലേ ഇവിടുത്തെ മെയിന്? വീശ പോണ ഇവിടുത്തെ മെയിന്? അത് ശരി. അത് ശരി. അപ്പോൾ എപ്പോഴാണ്? വൈകുന്നേരങ്ങളിലാണോ കൂടുതലും? ശരി. വേറെ ലൈം ജ്യൂസ് ഒന്നും ഇല്ല അല്ലേ ഇവിടെ? അപ്പുറത്തോ? ശരി. അല്ല ഇത് കണ്ടോണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഓ അത് ശരി. ഇവിടെ ഉണ്ട്, ഇതിൽ ഇവിടെ ഉണ്ടല്ലേ? ഓ അത് ശരി, അത് ശരി. ശരി, നടക്കട്ടെ. കരിക്കെല്ലാം കുടിച്ച് നേരെ പാറുവിന് കുതിരയുടെ മുകളിൽ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ കുതിരയുടെ അടുത്തോട്ട് പോവുകയാണ്. കയറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം പുള്ളിക്കാരി കയറുമോ ഇല്ല എന്നുള്ളത്. എൻ്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്ന? വെയിലടിച്ച് വെളുത്താണോ അത് ക്യാമറയുടെ പ്രശ്നം? ആ അത് തന്നെ, അത് തന്നെ. പാർവതി ഇങ്ങനെ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കണം. കയറുമോ നീ? എത്രയാണ്? 100 രൂപ. അയ്യോ, പാറ് കയറാൻ പോയപ്പോൾ തന്നെ കുതിര മൂത്രം ഒഴിച്ചാ. കുതിര റെഡിയായതാണ് കേട്ടോ. കുതിര കൊണ്ടോടി പിടിച്ചിരുന്നോ? ഇല്ലല്ല ഉണ്ട്. കുതിര തുള്ളിത്തുടങ്ങി. എങ്ങനെയുണ്ട് പറയൂ? കൊള്ളാമോ? അതിപ്പോൾ ഈ ചേട്ടൻ പിടിച്ചേക്കണുണ്ടല്ലേ. ഒന്ന് കൈവിടാൻ പറയട്ടാ, ഒന്ന് ഓടിച്ചു നോക്കാം മമ്മൂട്ടിയൊക്കെ വരും പോലെ. 100 രൂപയാണ് കേട്ടാ ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നതിന് ഇപ്പോൾ പുള്ളി വാങ്ങിച്ചത്. അയ്യോ നല്ല വെയിൽ, ഒരു രക്ഷയില്ല. അതാ പാറുത ഓടി കളിക്കുകയാണ് വെള്ളം നട്ടുച്ച വെയിലത്ത്. വേലി ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള ട്രെയിൻ ദാ വരുന്നുണ്ട്. പാലത്തിൽ കൂടെ വരികയാണ്. പതുക്കെ പതുക്കെയാണ് വരുന്നത് സാധനം.
അപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്ത് കയറി കംപ്ലീറ്റ് കണ്ട് ആസ്വദിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങി, പക്ഷേ ലക്ഷ്മിയും പാർവതിയും കൂടെ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് വെളിയിൽ ഇങ്ങനെ വളയും കമ്മലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉടനെ അങ്ങോട്ട് പോയി. കാരണം പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ഇതുപോലെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ എന്തായാലും കാറിൻ്റെ അടുത്തേക്ക് വന്നു. ഭയങ്കര ചൂട് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നല്ല വെന്തുരുവിയാണ് നിൽക്കുന്നത്. വരുന്നെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരിക. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ വന്നത്. കാരണം വൈകുന്നേരം ആകുമ്പം ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് നടന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഈ ഒഴിവ് സമയം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നത്. ആ സമയത്ത് നമ്മൾ ക്യാമറ പിടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വകാര്യത നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ടാണ് നേരത്തെ വന്നത്. നേരത്തെ വന്നെങ്കിലും ആൾക്കാരുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുത്തുള്ളൂ. ആരും കവർ ചെയ്യാതെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. വിവോയുടെ X70 Pro ആണ് ഞാനിപ്പം ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ. അപ്പം 3 GHz ആണ് അതിൻ്റെ പ്രോസസ്സർ. അപ്പോൾ 128 GB ആണ് ഇന്റൽ മെമ്മറി. പിന്നെ 8 GB റാം ആണ്. 4 GB കൂടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്തായാലും വീഡിയോയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് പറയുക. ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ വിവോയുടെ X70 Pro എന്ന മൊബൈലിലാണ്. ഞാൻ വാങ്ങിച്ചിട്ട് 3 മാസത്തിൽ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂട്ടോറിയലെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ വിവോയുടെ ഫോണിൽ വെച്ചാണ് ചെയ്യുന്നത്. ക്യാമറ ഉപയോഗിച്ചല്ല ട്യൂട്ടോറിയൽ. എൻ്റെ ഷോട്ടൊക്കെ എടുക്കുന്നത് ഞാൻ വിവോ ഇത് വെച്ചാണ് എടുക്കുന്നത്. ക്യാമറ ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് സാംസങ്ങിനെക്കാളും ചുണ്ടൊക്കെ വരണ്ട് കേട്ടോ, വെയിലടിച്ചേ. അപ്പോൾ സാംസങ്ങിനെക്കാളും എന്തുകൊണ്ടും എനിക്കിപ്പം വിവോയുടെ ക്യാമറ സൂപ്പർ എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ വിവോ ക്യാമറയും പ്ലസ് മൊബൈൽ ഫോണിലും ഞാൻ. പക്ഷെ പെട്ടെന്ന് ചൂടാവും തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇതിപ്പോൾ 3:12 മിനിറ്റിൽ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തു. അപ്പോഴത്തേക്ക് ചെറിയൊരു ചൂടുണ്ട്. ഇനി അത് വെളിയിലുള്ള വെയിലടിക്കുന്നതാണെന്ന് അറിയില്ല. എന്തായാലും വേളിയിലെ കാഴ്ചകൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നിങ്ങളും ആസ്വദിച്ചല്ലോ? വേളി ആസ്വദിച്ചില്ലേ? അടിപൊളിയായിരുന്നില്ലേ? ട്രെയിനിൽ മാത്രം നമ്മൾ കയറിയില്ല അല്ലേ? അയ്യോ വയ്യ, കാരണം വെച്ചാൽ അത്രയ്ക്ക് വെയില്. ആ, എപ്പോഴാണ് ട്രെയിൻ എടുക്കണമെന്ന് അറിയില്ല. കാരണം ആൾക്കാർ നിറഞ്ഞാൽ മാത്രമേ അവർ ട്രെയിൻ എടുക്കത്തുള്ളൂ. അപ്പം എന്തെന്നാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വേളിയിലും നമ്മൾ പോയി കവർ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ പാർവതി എന്ത് ചെയ്യണം? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഗുഡ് ബൈ.